ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ യൂട്യൂബ് ഷോർട്സിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ണൂർ കോക്ടെയിലിൻ്റെ ഒരു റെസിപ്പി ഇങ്ങനെ കാണും. അതും ആ കുട്ടിയുടെ സംസാരമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. അപ്പം ഇത് കണ്ടപ്പോൾ മുതൽ ഞാൻ ഇതുവരെയായിട്ടും ട്രൈ ചെയ്തിട്ടോ കഴിച്ചിട്ടോ ഒന്നുമില്ല. കഴിക്കാനൊരു പൂതി. എന്നിട്ട് ഞാൻ പപ്പായ മേടിച്ചു, ക്യാരറ്റ് മേടിച്ചു. എന്നിട്ട് ഫസ്റ്റ് ട്രിപ്പ് മേടിച്ച പപ്പായ ഞങ്ങൾ വെറുതെ തിന്നു. ക്യാരറ്റ് മൊത്തം ചീഞ്ഞിട്ട് കൊണ്ടുപോയി കളഞ്ഞു. ഇതിപ്പോൾ സെക്കൻഡ് ട്രിപ്പ് മേടിച്ചതാണ്. ഇതിപ്പോൾ ഏകദേശം പപ്പായ പകുതി തിന്ന് തീർത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് കുറേയൊക്കെ വാടി തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഇനി വെച്ച് ലേറ്റാക്കിയാൽ ശരിയാവില്ല വെച്ചിട്ട് വേഗം എടുത്ത് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടോ. ക്യാരറ്റ് ഞാൻ ആവിയിലാണ് വേവിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിക്കാം കേട്ടോ. പിന്നെ ഒരു പാക്കറ്റ് പാൽ ഞാൻ ഐസാക്കി എടുത്തിട്ടുണ്ട്. ഇത് ക്രഷ് ചെയ്തിട്ട് ഇതിലോട്ടിടാനുള്ള മടി കാരണം ഇതിലേക്ക് ഇട്ടിട്ട് പിന്നെ കത്തിക്കുത്തായിരുന്നു പിന്നെ അടുത്ത പരിപാടി. അപ്പം ഞാൻ വിചാരിച്ചു ഇത് രണ്ടും കൂടി ഇനിയിപ്പോൾ അരഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പപ്പായ ഇട്ടില്ല. അതാണ് ഞാൻ ചെയ്ത മണ്ടത്തരം. കാരണം പപ്പായയും ഇതേ സമയത്ത് തന്നെ ഇടണമായിരുന്നു. അല്ലെങ്കിൽ പപ്പായ ഫുള്ളായിട്ട് അരിഞ്ഞ് കിട്ടിയില്ല. അതാണ് എനിക്ക് കിട്ടിയൊരു പണി. പിന്നെ ഈ ക്യാരറ്റും പാലും കൂടി അടിച്ച് ടേസ്റ്റ് ചെയ്തപ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അമ്മാതിരി വളിപ്പ് ടേസ്റ്റ് ആയിരുന്നു. എന്നിട്ട് എനിക്ക് പപ്പായം കൂടി ഫുള്ള് ഇടാൻ മടി. ഇനി ഇത് ഇട്ടിട്ട് മൊത്തം വേസ്റ്റാക്കി കളയേണ്ടി വരുമോ എന്നുള്ളൊരു പേടി. അത് കാരണം കുറച്ച് പപ്പായ ഇട്ടു. എന്നിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടു. പിന്നെ ഇതിൻ്റെ ഒക്കെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിനൊരു കൈയും കണക്കില്ല. ഒക്കെ ഒരു ധാരണയിൽ അങ്ങോട്ട് ഇടുക. ഇത് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത് മൊത്തം എനിക്കൊരു കൃത്യം കണക്കോ ഒന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ പപ്പായ ഇട്ടില്ല എന്നുള്ളത്. അത് കാരണം പീസായിട്ട് എടുക്കുകയാണ് മൊത്തം അരയാണ്ട്. സംഭവം പപ്പായ ഫുൾ അരിഞ്ഞില്ലെങ്കിൽ എന്താ, പപ്പായയും പഞ്ചസാര ഇട്ട് അടിച്ചപ്പോൾ സംഭവം ആകെ മാറി. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ശരിക്കും അപ്പോഴാണ് ഒരു സമാധാനമായത്. കാരണം ഇത് മുന്നേ കഴിക്കാത്തത് കാരണം കൊണ്ട് ഇത് എന്താണ് എങ്ങനെയാണെന്നുള്ളൊരു ടേസ്റ്റിൻ്റെ ഒരു ഐഡിയ ഇല്ലാണ്ടാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ പപ്പായ അടിയാത്തത് പിന്നെ ഞാൻ എങ്ങനെ നോക്കിയിട്ട് അത് ഫുൾ അടിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് അങ്ങനെ അങ്ങ് ഇട്ടു. പിന്നെ ബാക്കി ഡെക്കറേഷൻ പരിപാടികൾ അനാറ് വല്ലാണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ ഹെൽത്തി കുട്ടനാണെങ്കിൽ അനാറിടാം. പിന്നെ ഈ പറഞ്ഞ പോലെ നട്ട്സും ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. പിന്നെ കുട്ടികളുള്ള വീടുകളിൽ പിന്നെ ഹെൽത്തിയും ക്വാളിറ്റിയും നോക്കിയിട്ടൊന്നും കാര്യമില്ലല്ലോ. അത് കാരണം വാനില ഐസ്ക്രീം നിർബന്ധമാണ് ഇവിടെയൊക്കെ. പിന്നെ ടേസ്റ്റിംഗ് പരിപാടിയിലേക്ക് കടന്നു. അങ്ങനെ എല്ലാവർക്കും കുട്ടികൾക്കും ഒക്കെ ഇഷ്ടമായി. പിന്നെ ഹസ്ബൻഡ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ മൂപ്പർക്കും കൊടുത്തു. മൂപ്പർക്കും ഇഷ്ടമായി. എന്തായാലും ഒരു കൈയും കണക്കിലാണ് ഉണ്ടാക്കിയതാണെങ്കിലും കറക്റ്റ് ഇതിലൊരു 4 ഗ്ലാസ് ഞങ്ങൾക്ക് 4 പേർക്ക് കൃത്യമായിട്ട് കിട്ടി. സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ്. ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ട്രൈ ചെയ്യേണ്ടതാണ് കേട്ടോ.